സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 97 10 തിരുവചനം. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവിടുന്ന് തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 97 സങ്കീർത്തനം 10 വാക്യത്തിൽ ഒരു ഭക്തനുള്ള, ഒരു വിശ്വാസിക്കുള്ള, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മനുഷ്യന് ജീവൻ്റെ ഉപദേശമാണ്. ഇത് നാം അനുസരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മയാണ് പ്രാണരക്ഷ. അതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ അഥവാ പൈശാചിക ശക്തികളുടെ, അന്ധകാര വ്യാപാര ശക്തികളുടെ, സാത്താന്യ ശക്തികളുടെ കരങ്ങളിൽ നിന്നുള്ള വിടുതൽ. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഭക്തന്മാരായി ദോഷത്തെ വെറുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. ഇതിന് ഒരു ആത്മസമർപ്പണം ആവശ്യമാണ്. ദൈവസ്നേഹത്തിൽ ഊന്നിയുള്ള, ദൈവവചനത്തിൽ ഊന്നിയുള്ള, ദൈവഭക്തിയിൽ ആശ്രയിച്ചുള്ള ജീവിതം. അങ്ങനെ ഒരു ജീവിതത്തിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. അപ്പോഴാണ് ദോഷത്തെ വെറുക്കുവാൻ, പാപത്തെ വെറുക്കുവാൻ നമുക്ക് സാധിക്കുക. പാപത്തെ പാപമല്ല എന്ന തരത്തിൽ സ്നേഹിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് പല പാപങ്ങളെയും ഘോര കുറ്റങ്ങളായി പരിഗണിച്ചിരുന്നത് ഇന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന വിഷയങ്ങളായി മാറിയിരിക്കുന്നു. നോഹയുടെ കാലം ഇന്നത്തെ കാലം പോലെയായിരുന്നു. നോഹയുടെ കാലത്തെ ജനം എപ്രകാരം പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ജീവിച്ചുവോ, അതുപോലെയുള്ള ഒരു കാലത്തിലാണ്, തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നോഹയുടെ കാലത്തിലെ അഥവാ തലമുറയിലെ ഇപ്രകാരം പാപത്തിൽ ജീവിച്ച ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ദൈവ കോപം അവരുടെ മേൽ ജലപ്രളയത്തിൻ്റെ രൂപത്തിൽ വരികയും അവരെല്ലാം നശിച്ചു പോവുകയും ചെയ്തു. ഈ കാലത്തിലും ദൈവം ഈ ഭൂമിയിലെ സകലജാതി ജനങ്ങളെയും രക്ഷിക്കുവാൻ ആഗ്രഹിച്ച് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ധൂർത്ത പുത്രൻ്റെ പിതാവ് ആ മകൻ ഭവനത്തിൽ നിന്നും പോയ സമയം മുതൽ തിരിച്ചു വരുന്നതുവരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് പോലെ സ്വർഗീയ പിതാവ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന സകലജാതി ജനങ്ങളെയും മക്കളായി കാണുന്നത് കൊണ്ട് അവരുടെ തിരിച്ചു വരവിനും യഥാസ്ഥാനപ്പെടലിനും കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്താതെ ഓരോ മനുഷ്യനും ദൈവത്തെ സ്നേഹിക്കുവാൻ, ദോഷത്തെ വെറുക്കുവാൻ, അവിടുത്തെ ഭക്തന്മാരായി ജീവിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ദുഷ്ടന്മാരുടെ അഥവാ സാത്താന്യ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം, ദൈവത്തെ സ്നേഹിക്കുവാനായി, ദോഷം വെറുക്കുവാനായി, പാപത്തെ വിട്ട് ദൈവസ്നേഹത്തിൽ ഊന്നിയുള്ള, ദൈവവചനത്തിൽ, ദൈവഭക്തിയിൽ ആഴത്തിൽ സഞ്ചരിക്കുവാനുള്ള ഒരു സമർപ്പണം. ഈ സമർപ്പണം നമ്മെ ഭക്തിയുടെ പരമോന്നതിയിലേക്ക്
കൈപിടിച്ച് നടത്തുവാനിടയാകും. ഒപ്പം നമ്മെ രക്ഷിക്കുവാനും ദുഷ്ടൻ്റെ അഥവാ സാത്താൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനും കാരണമായി തീരും. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ. അനുദീനം രക്ഷകൻ പക്ഷത്തിൽ